നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാറുകളും അവരുടെ പീഡനങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി അരങ്ങ് തകർക്കുന്നത്. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളുടെ പീഡനം അന്വേഷിക്കാൻ വേണ്ടി സർക്കാർ അവസാനം നിർബന്ധത്തിന് വഴങ്ങിയും സമ്മർദ്ദത്തിന് വഴങ്ങിയും വേറെ വഴിയില്ലാതെയും ഒരു കമ്മീഷനെ നിയമിച്ചു. എന്നാൽ ആ കമ്മീഷനിലും ചില അട്ടിമറി വിദഗ്ധരുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങൾ അന്വേഷിക്കാൻ IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഉയർന്ന 4 വനിതാ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന 7 അംഗ സംഘമാണ് അന്വേഷണത്തിനുണ്ടാവുക. S അജിത ബീഗം, മെറിൻ ജോസഫ്, G പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്റെ തുടങ്ങിയവരാണ് സംഘത്തിലെ വനിതാ അംഗങ്ങൾ. അജിത് V, S മധുസൂദനൻ തുടങ്ങിയവരാണ് മറ്റംഗങ്ങൾ. സംഘത്തിന്റെ മേൽനോട്ട ചുമതല ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷനാണ്. എന്നാൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുമുള്ളത്. CPM-കാർ പ്രതിയായ വടക്കാഞ്ചേരി വാളയാർ പീഡന കേസുകൾ അന്വേഷിച്ച് പ്രതിയെ രക്ഷപ്പെടുത്തിയ ഉദ്യോഗസ്ഥയെന്ന് ആരോപണം നേരിട്ട ആളാണ് G പൂങ്കുഴലി. നിയമസഭയിൽ 2019 ഒക്ടോബർ 28-ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം അട്ടിമറിച്ചതിനെക്കുറിച്ച് വിശദമായ പ്രതിപാദനം നടത്തിയിരുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ ഇവരെ ഉൾപ്പെടുത്തിയതിലെ ഉദ്ദേശമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. വടക്കാഞ്ചേരി വാളയാർ പീഡന കേസുകൾ പോലെ സർക്കാരിന് താല്പര്യമുള്ള കേസ് തന്നെയാണ് സിനിമാ താരങ്ങളുടെ ഈ കേസും. സിനിമാ മേഖലയിൽ നിന്നും ഇപ്പോൾ ആരോപണങ്ങൾ നേരിടുന്നവർ CPM-ന് ഏറെ പ്രിയപ്പെട്ടവരും. കേസന്വേഷണം അട്ടിമറിക്കുന്നതിൽ പ്രാഗൽഭ്യം നേടിയ ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു എന്നതും ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ സംഘത്തിലെ മറ്റൊരു IPS ഉദ്യോഗസ്ഥ മെറിൻ ജോസഫ് 2022-ൽ കൊല്ലം SP ആയിരിക്കെ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ മർദ്ദന കേസിൽ നടത്തിയ ഇടപെടലുകൾ സംശയാസ്പദമായിരുന്നുവെന്ന് ആരോപണമുയർന്ന ആളാണ്. സഹോദരങ്ങളായ 2 യുവാക്കളെ കിളിക്കല്ലൂർ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി പോലീസ് മർദ്ദിച്ച സംഭവത്തിലാണ് ഈ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ അട്ടിമറിയുണ്ടായത്. അന്ന് ഇരകളായ സഹോദരിമാരിൽ ഒരാൾ സൈനികനും മറ്റൊരാൾ DYFI പ്രവർത്തകനുമായിരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ നടന്ന മർദ്ദനത്തിന്റെ വീഡിയോ കേരളമാകെ പ്രചരിച്ചിട്ടും മർദ്ദിച്ച ഉദ്യോഗസ്ഥർ ആരെന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് മെറിൻ ജോസഫ് അന്വേഷണ റിപ്പോർട്ട് നൽകി. സൈനികനായ വിഷ്ണുവിനും സഹോദരൻ വിഘ്നേഷിനും കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റെന്നും എന്നാൽ മർദ്ദിച്ചത് ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് കൊല്ലം ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് അന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിലാണ് ഉദ്യോഗസ്ഥരെ വെള്ളപൂശുന്ന വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് മെറിൻ സമർപ്പിച്ചത്. വിഷ്ണുവിന്റെയും വിഘ്നേഷിന്റെയും ശരീരത്ത് കാണുന്ന പരിക്കുകൾ മറ്റേതെങ്കിലും സംഭവത്തിൽ ഉണ്ടായതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എന്നാൽ വൈദ്യപരിശോധന സമയത്ത് പോലീസുകാർ മർദ്ദിച്ചതായി ഇവർ പറഞ്ഞിട്ടില്ലെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസുകാർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു എന്നതിന് തെളിവില്ല എന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. സ്റ്റേഷനുള്ളിൽ വെച്ച് പോലീസുകാർ മർദ്ദിക്കുന്ന വീഡിയോ ലോകം മുഴുവൻ കണ്ടിട്ടും മർദ്ദിച്ചതാരെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് സർക്കാരിന് വേണ്ടി റിപ്പോർട്ട് കൊടുത്ത ഈ ഉദ്യോഗസ്ഥയെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കേസ് അട്ടിമറിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാണെന്ന ചോദ്യം ഉയരുന്നു. കേസ് അന്വേഷണത്തിൽ യാതൊരുവിധ സത്യസന്ധതയും നീതി സംരക്ഷണവും നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇവിടെ കുത്തി നിറച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘവും വെറും തട്ടിപ്പ് തന്നെയാണ് എന്ന വിമർശനവും ഉയരുന്നു.